ഹലോ, നമസ്കാരം. മ്യൂസിക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? ചിലർക്ക് ലൗഡായിരിക്കും ഇഷ്ടം, ചിലർക്ക് സോഫ്റ്റ് ആയിരിക്കും. ഇത്രയൊക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഷ്ടം എന്താണെങ്കിലും മ്യൂസിക്കിനോട് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഒരു ടേപ്പ് റെക്കോർഡർ വീട്ടിലുണ്ടായിരുന്നത് അച്ഛൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൈപ്പ് ടേപ്പ് റെക്കോർഡർ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റുള്ള വീടുകളിലൊന്നും അത്തരത്തിൽപ്പെട്ട ഒരെണ്ണം കണ്ടിട്ടില്ല. അതിൻ്റെ കൂടെ കുറേ കാസറ്റ്സ് ഉണ്ടായിരുന്നു, ഹിന്ദി മലയാളം സോങ്സൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു ഓർമ്മയിൽ തുടങ്ങിയതാണ് നമുക്ക് പാട്ടുകളുമായിട്ടുള്ളൊരു ബന്ധം. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് കാസറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു കേട്ടോ, നെയ്ബേഴ്സും ഒക്കെ. നല്ലൊരു പാട്ട് അവരുടെ വീട്ടിൽ കേൾക്കുമ്പോഴത്തേക്കും അതൊന്ന് തരുമോ എന്ന് ചോദിച്ച് നമ്മുടെ വീട്ടിലത് പ്ലേ ചെയ്യുമ്പോഴാണ് എന്തോ ഒരു സന്തോഷം കൂടുതൽ കിട്ടുന്നത്. സത്യത്തിൽ ദൂരേന്ന് കേൾക്കുന്നൊരു പാട്ടാണ് അടുത്തുനിന്നുള്ളതിനേക്കാളും സുഖമുള്ളത് എന്നുള്ളത് കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പണ്ടൊക്കെ ഒരു കാസറ്റ് അതിൻ്റെ ടേപ്പ് റെക്കോർഡറിനുള്ളിൽ കിടന്ന് പൊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൻ ഒഫൻസായിരുന്നു, ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. ഒരു കാസറ്റ് പോലും അത്രയും കരുതലോടെയായിരുന്നു പണ്ടൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് സിംഫണി എന്നുള്ള പേരിൽ ഒരു കാസറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു മ്യൂസിക് ഷോപ്പ്. അതിൽ കൂടെ പാസ് ചെയ്യുമ്പം നമ്മൾ സ്ഥിരമായിട്ട് ടി വിയിലൊക്കെ കേൾക്കുന്ന ലേറ്റസ്റ്റ് ബോളിവുഡ് സോങ്സൊക്കെ ഇവരിങ്ങനെ ലൗഡായിട്ട് നല്ല അടിപൊളി സിസ്റ്റത്തിൽ പ്ലേ ചെയ്യും. അത് കേട്ട് കഴിഞ്ഞാൽ ആരും അവിടെ കയറിയിട്ട് ആ പടത്തിൻ്റെ കാസറ്റ് വാങ്ങിപ്പോവും. അതായിരുന്നു അവരുടെ ടാറ്റിക്സ്. അതുപോലെ പണ്ട് ബസ്സിലൊക്കെ, സിറ്റി ബസ്സിലല്ല കേട്ടോ, സിറ്റി ബസ്സിൽ പാട്ടൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ കുറച്ച് ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോകേണ്ട ബസ്സിലൊക്കെ പാട്ടുണ്ടാവും. ആ പാട്ട് കേട്ടിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇറങ്ങേണ്ട സ്ഥലത്തെത്തിക്കഴിഞ്ഞാലും നമുക്ക് തോന്നും, അയ്യോ ഈ പാട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെ പോയി ഇറങ്ങിയാലോ എന്ന്. അത്രയും ഇഷ്ടമായിരുന്നു ആ സമയത്ത് ഈ ട്രാവൽ ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ. ഇപ്പോഴും ഉണ്ട് കേട്ടോ അത്, ഡ്രൈവ് ചെയ്യുമ്പം പാട്ട് മസ്റ്റാണ്. അതുപോലെ പണ്ട് പ്ലെയിൻ കാസറ്റ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് തരും. എന്നിട്ട് ലേറ്റസ്റ്റ് ഹിന്ദി സോങ്സ് ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിലത് ഉറക്കെ വെക്കുമ്പോൾ നമ്മുടെ വിചാരം അടുത്ത വീട്ടുകാരൊക്കെ ഞെട്ടി എന്നുള്ളതാണ്. കാരണം ഇവരുടെ കയ്യിൽ ഇത് കിട്ടിയോ എന്നുള്ള രീതിക്ക്. അങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സി ഡി ആയി. ഇപ്പോൾ സി ഡി ഇല്ല. ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാട്ടുകളായി. ഇന്നിപ്പോൾ കാസറ്റ് അല്ല കെസറ്റാണ് പറയേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ പഴയ കാസറ്റ് കാലഘട്ടം തന്നിരുന്ന സന്തോഷവും പ്രണയവും ഇതൊക്കെ വാക്കുകൾക്ക് അപ്പുറത്താണ്. ഇതൊന്നും വാക്കുകൾ കൊണ്ട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സന്തോഷമല്ല അല്ലേ?